ഹലോ, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ബ്രിട്ടനിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ കേവ് എൻട്രൻസുകളിൽ ഒന്നായിട്ടുള്ള പീക്കവണിലാണ്. ദ ഡെവിൾസ് ആർട്സ് എന്നാണ് ഇതിൻ്റെ വേറൊരു പേര്. സോ 4 മണി വരെ ഇവിടുത്തെ ലാസ്റ്റ് ടീം പോകുന്നത് 4 മണിക്കാണ്. 4 മണിക്ക് കൃത്യം 5 മിനിറ്റുള്ളപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ഗൈഡഡ് ടൂറാണ്, നമുക്ക് നോക്കാം. ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഗുഹ പോലത്തെ സംഭവത്തിൽ കൂടെ പോകാമെന്ന് തോന്നുന്നു. ഒരാൾക്ക് 24 പൗണ്ടാണ് കേട്ടോ. പീക്കവൺ എന്നാണ് പേര്. പോയി നോക്കാം. അപ്പോൾ നമ്മളെ ഗൈഡ് വന്നിട്ട് നമ്മൾ ആദ്യം കൊണ്ട് കാണിച്ചത് ഒരു കുഞ്ഞു റൂമാണ്. അവിടെയാണ് ഏകദേശം 7-8 പേര് താമസിച്ചിരുന്നൊരു സ്ഥലമാണെന്ന് കണ്ടാൽ പറയില്ല. അത്രയ്ക്ക് ചെറിയൊരു സ്പേസ് ആണ്. ഇവിടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് മുമ്പ് ഇങ്ങനെ കയറ് നിർമ്മാണമാണ്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര ബൾക്കായിട്ടൊന്നുമല്ല, വില്ലേജേഴ്സ് വന്ന് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ ഞങ്ങൾ അതിനകത്തേക്ക് പോവാണ്. ചൂട് കാലാവസ്ഥ ആണെങ്കിൽ കൂടി ഈ ഗുഹയുടെ ഉൾഭാഗത്ത് നല്ല തണുപ്പ് തന്നെ ആയിരിക്കും എപ്പോഴും. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. അതുകൊണ്ട് ആ ദൂരെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി. ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഭയങ്കര നാരായിട്ടുള്ളൊരു സ്പേസുകൾ തോന്നി. പിന്നെ ഈ കുഞ്ഞ് ബോട്ട് പോലെ കാണുന്നത് ക്യൂൻ വിക്ടോറിയയുടെ 1880 വന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഇതിനകത്ത് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ഇതാണ്. ഈ ഡെവിൾസ് ആർട്സ് എന്നൊരു പേര് വരാൻ കാര്യം, ആഫ്റ്റർ ഹെവി റെയിൻ ആകുമ്പോഴത്തേക്കും എയറും വാട്ടറും ഒക്കെ എസ്കേപ്പ് ചെയ്യുന്നത് ഈ കേവിനുള്ളിലാവുന്നൊരു ഭയങ്കര ഒരു ലൗഡ് നോയ്സിലാണ്, ലൈക്ക് എ ഫാർട്ടിങ് നോയ്സ്. അതുകൊണ്ടാണ് ദ ഡെവിൾസ് ആർട്സ് എന്ന് പറയുന്നൊരു പേര് വന്നത്. പിന്നെ ക്യൂൻ വിക്ടോറിയ വന്ന സമയത്ത് അവർ ഔദ്യോഗികമായിട്ട് അതിനെ പീക്കവൺ എന്ന് മാറ്റിയായിരുന്നു. അങ്ങനെയാണ് പുള്ളി നമുക്ക് പറഞ്ഞു തന്നത്. കണ്ടില്ല, അപ്പോൾ നാരോ ആയപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു പോകുമായിരുന്നു. ഇവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി ഇതിനകത്തല്ലാണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പം ലൈറ്റ് ഇല്ലാത്തപ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. Where we might go to the cinema to watch a horror movie or something. Yeah. Not that I know in this case. There's a fair few stories about vomits in Derbyshire which are quite similar. But here it's mostly the area. This is Pluto's dining hall. ഇതിൻ്റെ റിമാർക്കബിൾ ആയിട്ടുള്ള അക്കോസ്റ്റിക്സ് ആണ്. ഇവിടെ കൺസേർട്സ് ഒക്കെ നടത്താറുണ്ട്. ഈ ഒരു പാർട്ട് കണ്ടില്ല, അവിടെ വെച്ച് ഒരുപാട് മ്യൂസിക് സംഭവങ്ങളൊക്കെ കൺസേർട്സ് അവിടെ വെച്ച് നടത്തും. അപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗത്ത് ഓഡിയൻസിന് നിൽക്കാം. പിന്നെ ഈ കാണുന്നതാണ് നാർണിയയിലുള്ളൊരു പോർഷനാണ്. നാർണിയ ഫിലിം ഷൂട്ട് ചെയ്തപ്പം ഈ ഒരു ഭാഗം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ബിക്കോസ് അത് ആക്ച്വൽ ആയിട്ടുള്ള കേവ് എക്സ്പ്ലോറേഴ്സിന് മാത്രമേ പറ്റൂ. കാരണം അതിൻ്റെ അടിയിലോട്ട് യാതൊരു തരത്തിലുള്ള വെളിച്ചവും ഇല്ല. അപ്പോൾ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പം ഇതാണ് ഫുൾ ആ ഗുഹയുടെ ഒരു ഭൂപടം. നമ്മൾ ഈ ആദ്യം കാണുന്ന ആ ഫസ്റ്റ് ഡാർക്കൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ് പോയിട്ടുള്ളത്. സോ ഇത് കേവ് എക്സ്പ്ലോറേഴ്സ് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് ബ്ലാക്ക് പൂൾ ടവറിൻ്റെ അത്ര ഉണ്ടെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം.